പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് ചുട്ട മറുപടിയുമായി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. ഭീകരതയാണ് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഭീകരത ഒരു രാജ്യത്തിൻ്റെ നയമായി മാറുമ്പോൾ അത് യുദ്ധക്കുറ്റമാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കശ്മീരിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുവെന്ന് നവാസ് ഷെരീഫ് ഇന്നലെ ആരോപിച്ചിരുന്നു. കശ്മീർ വിഷയത്തിൽ ഇടപെടണം എന്ന പാകിസ്ഥാന്റെ ആവശ്യം ഐക്യരാഷ്ട്രസഭ തള്ളി. UN ചട്ടങ്ങൾ പ്രകാരം ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിനുള്ള അവകാശം ഉപയോഗിച്ച് ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി ഇനാം ഗംഭീറാണ് പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചത്. ആഗോള ഭീകരതയുടെ കേന്ദ്ര ബിന്ദുവായ രാജ്യം മനുഷ്യാവകാശങ്ങളെയും സ്വയം നിർണയ അവകാശത്തെയും കുറിച്ച് സംസാരിക്കുന്നുവെന്ന് ഇന്ത്യ പരിഹസിച്ചു. ഭീകരർ എന്ന് ലോകം മുദ്രകുത്തിയ പലരും പാകിസ്ഥാനിലെ തെരുവുകളിൽ വിഹരിക്കുകയാണെന്നും ഇനാം ഗംഭീർ കുറ്റപ്പെടുത്തി. Terrorist entities and their leaders, including many designated by the UN, continue to roam its streets freely and operate with state support. അതേസമയം കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച് പാകിസ്ഥാൻ സമർപ്പിച്ച രേഖകൾ UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ തള്ളി. കശ്മീർ അടക്കമുള്ള പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യണമെന്ന് ബാൻ കി മൂൺ അഭിപ്രായപ്പെട്ടു. ഇന്നലെ ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിൽ സംസാരിച്ച പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് കശ്മീരിൽ ഇന്ത്യ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് തെളിയിക്കുന്നതെന്ന് അവകാശപ്പെട്ട് ചില രേഖകളും സമർപ്പിച്ചു. തിങ്കളാഴ്ച വിദേശമന്ത്രി സുഷമ സ്വരാജ് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. അതിനിടെ കശ്മീരിലെ നൗഗാം ജില്ലയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരെ സുരക്ഷാസേന തുരത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. UN-ൽ ഇന്ത്യക്ക് വിജയദിനമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നയതന്ത്ര വിദഗ്ധരായ MK ഭദ്രകുമാർ, TP ശ്രീനിവാസൻ, BJP ദേശീയ സമിതി അംഗം V മുരളീധരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവർ.